ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു താരദമ്പതികളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിൻ്റെ വിവാഹം. ഒരാഴ്ചയോളം നീണ്ട വിവാഹ ആഘോഷങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളുമെല്ലാം വൈറലായിരുന്നു. ഗുരുവായൂർ കണ്ണനു മുമ്പിൽ വെച്ചായിരുന്നു താലികെട്ട്. ശേഷം കേരളത്തിൽ പലയിടങ്ങളിലായും ചെന്നൈയിലുമായി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി റിസപ്ഷനും പാർട്ടിയും ഒരുക്കി. രാജകീയമായ വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗത്ത് ഇന്ത്യൻ സിനിമാലോകം മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു. പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീതാണ് മാളവികയെ വിവാഹം കഴിച്ചത്. നവനീത് UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. വിവാഹശേഷം മാളവികയെയും കൂട്ടിയാണ് നവനീത് UK-യിലേക്ക് പറന്നത്. മാളവികയുടെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്തായിരുന്നുവെങ്കിലും കുട്ടിക്കാലവും കൗമാരവുമെല്ലാം ചെന്നൈയിലായിരുന്നു. അതുകൊണ്ടുതന്നെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണത്തോടും ജീവിത രീതിയോടുമെല്ലാം വല്ലാത്ത പ്രിയമാണ് ചകിക്ക്. അച്ഛൻ ജയറാമിനെപ്പോലെ തന്നെ ഒരു ആനപ്രേമി കൂടിയാണ് മാളവിക. കേരളത്തിലെത്തിയാൽ ആനയെ കണ്ടിട്ട് മാത്രമേ ചക്കി മടങ്ങാറുള്ളൂ. അതിനായി താൻ വാശി പിടിച്ച് കരയാറുണ്ടായിരുന്നുവെന്നും അച്ഛനും ആനപ്രേമിയായതുകൊണ്ട് ആഗ്രഹം അതിവേഗത്തിൽ നടക്കുമായിരുന്നുവെന്നും മാളവിക മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിൽഡായതോടെ ഗൃഹാതുരത്വം മാളവികയെ പിടികൂടി തുടങ്ങി. നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിരിക്കുകയാണ് മാളവിക. എന്നാൽ UK-യിൽ അതിന് പറ്റിയൊരു ഇടം കണ്ടെത്താൻ മാളവികയ്ക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഭർത്താവിനൊപ്പം കടൽ കടന്ന മാളവിക ജയറാം നേരിടുന്ന പുതിയ പ്രശ്നവും. വർഷങ്ങളായി UK-യിൽ താമസിക്കുന്നതിനാൽ നവനീതിന് ഇതൊക്കെ ശീലമായിട്ടുണ്ട്. എന്നാൽ മാളവികയ്ക്ക് പാശ്ചാത്യ ഭക്ഷണ രീതിയും രുചിയും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മടുത്തുവെന്നാണ് താരത്തിൻ്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. മാഞ്ചസ്റ്ററിൽ ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ക്ലൗഡ് കിച്ചനോ റെസ്റ്റോറൻറ്റോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കൂ എന്നാണ് മാളവിക മാഞ്ചസ്റ്ററിലെ മലയാളികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രസമുള്ള നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം താരപുത്രിക്ക് അതിയായി ഉള്ളതിനാൽ മാളവികയുടെ കുറിപ്പിൽ വ്യക്തമാണ്. തനിക്ക് വേണ്ടി മാത്രമല്ല ഭർത്താവ് നവനീതിനും കൂടി വേണ്ടിയാണ് മാളവികയുടെ പോസ്റ്റെന്നും കുറിപ്പിൽ വ്യക്തമാണ്. കാരണം 2 പേരുടെയും പേരിൻ്റെ ആദ്യാക്ഷരം ചേർത്ത് വെച്ചാണ് മാളവിക പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. മാഞ്ചസ്റ്ററിൽ എത്തിയ ശേഷം പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും മാളവിക പങ്കിട്ടിട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ ഭർത്താവിനൊപ്പമുള്ള ഡേറ്റിങ്ങിൻ്റെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി മാളവിക പങ്കിടാറുണ്ട്. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോയപ്പോഴും നേരിട്ട പ്രധാന പ്രശ്നം നാടൻ ഭക്ഷണമായിരുന്നുവെന്ന് മാളവിക പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ച് പരാതിപ്പെട്ട അവസരം വരെ ഉണ്ടായിരുന്നതായും മാളവിക മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. താരപുത്രിയുടെ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും വിദേശ മലയാളി സഹായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം അച്ഛനും സഹോദരനും പിന്നാലെ മാളവികയും അഭിനയ രംഗത്തേക്ക് കടന്നിരുന്നു. നേരത്തെ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രത്തിൽ മാളവികയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ മാളവികയുടെ ഫോട്ടോഷൂട്ടുകളും മുമ്പ് വൈറലായി മാറാറുണ്ടായിരുന്നു. ഇതോടെ താരപുത്രി അധികം വൈകാതെ സിനിമയിലെത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായിരുന്നു. അഭിനയക്കളരിയിൽ മാളവിക പങ്കെടുത്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മാളവികയ്ക്ക് 4 ലക്ഷം ഫോളോവേഴ്സുണ്ട്. ഒരു വർഷം മുമ്പ് മായം സെയ്ത്ത് പോവേ എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരുന്നു. നടൻ അശോക് സെൽവനാണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി എത്തിയത്. കുടുംബജീവിതത്തിലേക്ക് കടന്നതിനാൽ ഇനി താരപുത്രി അഭിനയത്തിലേക്ക് മടങ്ങി വരുമോ എന്നതിൽ സംശയമാണ്.